അക്രമങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ വർദ്ധിച്ചത് 46.11%. പട്ടികജാതിക്കാർക്കെതിരെ, പട്ടിക ആദിവാസികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ 48.15% നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും രാജ്യവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസ രംഗവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. നമുക്കറിയാം, ലോക്ക്ഡൌണിന്റെ കാലത്ത് 4 കോടിയോളം വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു വേണ്ടി കുടിയേറിയ ആളുകളാണ് വഴിയാധാരമായി മാറിയത്. അതുണ്ടാക്കിയ അനിശ്ചിതത്വം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം ജനങ്ങൾ അനുഭവിച്ചത്, പ്രയാസപ്പെട്ടത്, അവിടെ എല്ലാം നോക്കുകുത്തികളായി ഗവൺമെന്റ് നിൽക്കുകയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായി സമസ്ത മേഖലകളിലും അവരുടെ പരാജയത്തെ തുറന്നു കാണിക്കുന്ന ഒരു കുറ്റപത്രം കൂടി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്യായമാണ് ജനങ്ങളോട് ചെയ്യുന്നത്, ന്യായമാണ് ജനങ്ങളോട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റിസ്, നീതിപൂർവം ജനങ്ങളോട് പെരുമാറാനും നീതിപൂർവമായ പദ്ധതികൾ നടപ്പിലാക്കാനും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കാനും ഉള്ള നടപടികളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത്. പുതിയ പദ്ധതികൾ, ന്യായ് പദ്ധതി ഉൾപ്പെടെയുള്ള പുത്തൻ പദ്ധതികളാണ് രാജ്യത്തെ ഏറ്റവും സാധാരണക്കാർക്കും പാവങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം പോലെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പാസാക്കിയതുപോലെയുള്ള ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ നിന്ന് 14 കോടി ആളുകളെയാണ് ആ ടേബിളിൽ നിന്ന് മാറ്റിയത്. 10 വർഷക്കാലത്തെ UPA ഭരണം നിരവധിയായ പദ്ധതികളിലൂടെ രാജ്യത്ത് വികസനമുണ്ടാകുകയും സാമ്പത്തിക വികസനമുണ്ടാകുകയും നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു. ആ പണം പൂർണ്ണമായി സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കി സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ ആ പണം എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ മാറ്റം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് രാജ്യത്തുണ്ടാക്കിയത്. ഇന്ന് ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുകയാണ് സംഘപരിവാർ ശക്തികൾ. ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാമുള്ള BJP ഗവൺമെന്റുകൾ ചെയ്യുന്നത്. അതിനെയെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ MLA ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത്? എന്ത് ന്യായമാണ്, എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്?
രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത്. ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്, അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക്, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും, പോലീസിനെ കൊണ്ട് വ്യാപകമായി കേസുകൾ എടുപ്പിക്കും, ജാമ്യമില്ലാത്ത കേസിലേക്ക്. ഇന്നലെയൊക്കെ കാണിച്ചതെന്താ? 41A നോട്ടീസ് എപ്പോഴാണ് കൊടുക്കുന്നത്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 41A നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് 41A നോട്ടീസ് കൊടുക്കുന്നത്. മുഴുവൻ നിയമം ലംഘിക്കുകയാണ്. അതുപോലെ സെക്ഷൻ 333 എടുത്ത്, സെക്ഷൻ 333 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിനുണ്ടോ? വ്യക്തിപരമായി അദ്ദേഹം ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ? എന്നിട്ട് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ്. ഷൂവറിനെന്നും പറഞ്ഞ് എറണാകുളത്ത് വധശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ, വഷളായി പോയതാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിയമവിരുദ്ധമായി. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPM-നെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത്? എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ്! ആർക്കും അസുഖം വരാൻ പാടില്ലേ? പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങളെ പ്രധാനപ്പെട്ടവരല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇവിടെ എന്തായിരുന്നു, എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി. ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് 15-ാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ. ജയിലിൽ പോണതിന്റെ പേടിയല്ല, പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ആര് സ്റ്റേബിൾ ആണെന്നല്ലാതെ പിന്നെ എന്തായിരുന്നു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്? ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റില് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റേബിൾ ആകുമ്പോഴല്ലേ. എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കില്ലേ ആൾക്ക്, അല്ലേ? ഇയാൾ ഇപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമോ? എന്തൊക്കെയാ പറയുന്നത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അല്ല, അത് ചെയ്തത് കോടതി. അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റിലെ ഹാജരാക്കിയത്. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിന്റെ കോടതി നടത്തിയ പരിശോധന എന്താ? BP നോക്കാൻ വേണ്ടി. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ആയിരുന്ന ആൾ രോഗമുണ്ടാകുന്നറിയാൻ BP നോക്കിയാണ്. BP നോക്കിയപ്പോ യഥാർത്ഥ BP 160 ആയപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ RMOയെ സ്വാധീനിച്ചു. ജനറൽ ആശുപത്രിയിൽ RMO ഇവരെല്ലാവരും കൂട്ടിക്കാണ്. എന്നിട്ട് രണ്ടാമത്
കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 BP. എന്നിട്ട് നോർമലായി എഴുതി ആർമോ സ്വാധീനിച്ചിട്ട് എഴുതിയതാണ്. എന്ത് എന്ത് തോന്നിയവാസമാണ് നടക്കുന്നത്. അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കന്റോൺമെന്റ് SHO കൊണ്ടുള്ള അഭ്യാസം വേറെ, ആർമോയെ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വ്യാജം. ആർമോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്തത് യഥാർത്ഥ BP പോലും കാണിക്കാതെ. അതാണല്ലോ, പിന്നല്ലാതെ ഇല്ല. പിന്നെ ആശുപത്രിയിലെ ആർമോക്ക് എന്താ കാര്യം? അവിടെ പരിശോധിക്കുന്ന ഡോക്ടറല്ലേ BP എത്രയെന്ന് രേഖപ്പെടുത്തി അയക്കേണ്ടത്. എന്നിട്ട് നോർമൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അതെ, ഞാൻ ഇന്നലെ SHOയെ പറ്റി പറഞ്ഞില്ലേ. SHO, ആർമോ ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ്. ഒരു സമരം ചെയ്തതിനാണ് ഈ കാണിക്കുന്നത്. എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ കേരളത്തിൽ. എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ്. ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്ന 4 പേരെ കത്തിച്ചളഞ്ഞ ആളാണ് ഇവര്. ബസ്സില് ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ടായിരുന്ന 4 പേരെ ബസ്സിൽ തീ കൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളാണ് ഇവർ. അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത്. ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല. നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെയാണ് അതുണ്ടാവും. നിയമപരമായ നടപടികളാണ്, നിയമപരമായ നടപടികൾ സ്വീകരിക്കുക. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളത് സംസാരിച്ചത്? ആ സ്ഥാനത്തിനെയാണ് ഇതിന്റെ വിലയാണ് കുറച്ചു കളഞ്ഞത്. അത് ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു മഹത്വമുണ്ടല്ലോ. CPM പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമാണ് ഇതുപോലെ 3ാം കിട വർത്തമാനം പറഞ്ഞ് നശിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ല, അതല്ല ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കാതിരുന്നിട്ടാണ്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറം ഇപ്പുറം നടക്കുകയാണ്. അകത്തു പോകേണ്ട ആളുകളാണ് മുഖ്യമന്ത്രി എടുത്തും വലത്തും വാഴ്ത്തു വെച്ചിട്ട് നടക്കുന്നത്. അതുപോലെ പോലീസ് ജീപ്പ് തല്ലി തകർത്തു DYFI നേതാവ് ചാലക്കുടിയിൽ. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറി നടപടിയെടുത്തില്ല. SFI സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറിയുന്നുണ്ട്, ഇതിന്റെ മോളിൽ കയറിയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കയറിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥർ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി. അവരെ ഞാൻ ലാളിച്ച് മോനെ കുട്ടാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത്, പാൽക്കുപ്പിയും കൊടുത്ത്. ഇതാണ് സമീപനം, ഇതാണ് സമീപനം. അത് നിയമപരമായ നടപടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുകയാണ്. അദ്ദേഹമാണ് ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ്. കലാപാഹ്വാനമാണ് നടത്തിയത്. വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതിന്റെ തുടർച്ചയാണ് ഇതെല്ലാം. ഇതിനെല്ലാം ഞങ്ങൾ ഉത്തരം പറയും, ഒരു സംശയം വേണ്ട. അല്ല, നിയമത്തിനല്ലല്ലോ കുഴപ്പം. നിയമം പൊതുമുതൽ നശിപ്പിച്ച് കളഞ്ഞ കേസെടുക്കണം, 1000 കേസെടുക്കണം. ഇത് അത് മാത്രമല്ല, സെക്ഷൻ 333 എടുത്തിരിക്കുകയാണ്. നേരിട്ട് ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് 10 കൊല്ലം ശിക്ഷ കിട്ടുന്ന കേസ് വരെ എടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ. ഞാനതൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതൊരു പതിവില്ലാത്ത രീതിയിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സ്പീക്കർക്കും പാർലമെന്ററി കാര്യ മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്.
അവരത് പരിശോധിക്കട്ടെ. ശരി. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് ദേശീയ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. പാർട്ടിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല, വ്യക്തികൾക്കാണ് ക്ഷണം ഉണ്ടായിരുന്നത്. വ്യക്തികൾ പാർട്ടി നേതാക്കളായിരുന്നു, അവർ പാർട്ടിയുമായി ആലോചിച്ചു. അപ്പോൾ അവിടെ അയോധ്യയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള പരിപാടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് നിലപാട്. അതാണ് നിലപാട്. കോൺഗ്രസ് നിലപാട് വളരെ കൃത്യമാണ്, ക്ലാരിറ്റിയുള്ള നിലപാടാണ്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റും. NSSന് അവരുടെ അഭിപ്രായം പറയാം. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരുടെ മീതെ അടിച്ചേൽപ്പിക്കില്ല. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ്, പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായമാണ്. ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഈ രാമൻ അവരുടെ കൂടെ അല്ല, BJPയുടെ കൂടെ അല്ല. കെ റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടു കൂടി ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടവഴിയിലാണ് രാമൻ നിൽക്കുന്നത്. ഞങ്ങളുടെ രാമൻ അവിടെയാണ്. BJPയുടെ രാമൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രാമനാണ്. രാമൻ ഇന്ത്യയിലെ എല്ലാവർക്കും മതവിശ്വാസമുള്ള എല്ലാവരുടെയും ഹിന്ദുമത വിശ്വാസികളുടെ ആരാധ്യ പുരുഷനാണ് രാമൻ. രാമനോടല്ലല്ലോ പ്രശ്നം, അയോധ്യയുടെ അല്ലല്ലോ പ്രശ്നം. പ്രശ്നം ഈ ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ശ്രമത്തോടാണ് ഞങ്ങൾക്ക് അവിയോജിപ്പുള്ളത്. അത് ഞങ്ങളുടെ നിലപാടാണ്, പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട്. ഞങ്ങൾ ആലോചിച്ചെടുക്കുള്ളൂ ഞങ്ങൾ പറഞ്ഞില്ലേ. രാഷ്ട്രീയ അതായിക്കോട്ടെ. 4 ശങ്കരാചാര്യന്മാർ മഠാധിപതികൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ BJP എതിർക്കും. 4 മഠങ്ങളിലെ ഇന്ത്യയിലെ 4 ശങ്കരാചാര്യർ, മറ്റേ ആദിശങ്കരാചാര്യരുടെ പിന്മുറക്കാരായിട്ടുള്ള അദ്ദേഹം സ്ഥാപിച്ച 4 മഠങ്ങളിലെ മഠാധിപതികളായ 4 ശങ്കരാചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് BJP ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് ഗവൺമെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ജനങ്ങൾക്കും ഹിന്ദു സമൂഹത്തിനും അത് ബോധ്യം വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നതല്ലല്ലോ പ്രശ്നം. ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് പോവാം, ക്ഷേത്രത്തിൽ ഏത് വിശ്വാസികൾക്കും പോവാം. പക്ഷെ ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതാണ് അല്ല, ഞങ്ങൾക്കൊരു അസൗകര്യം, അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അസൗകര്യം ഞങ്ങൾ സ്പീക്കറെയും പാർലമെന്ററി കാര്യ മന്ത്രിയെയും സംസാരിച്ചിട്ടുണ്ട്. അവരത് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്.